ഇവിടെ മാഹി ബൈപ്പാസിൽ ആകെയുള്ള ഒരേ ഒരു ടോൾ ബൂത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടുത്തെ വർക്ക്, ടോൾ ബൂത്തിൻ്റെ ഒക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ മാഹി ബൈപ്പാസ് മൊത്തം വരുന്നത് 18.6 കിലോമീറ്ററാണ് മൊത്തമായിട്ട് വരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് നമ്മൾ വർക്ക് നടക്കുന്ന ചില സ്ഥലങ്ങൾ കാണിച്ചിരുന്നു. ഒന്ന് പാലത്തിൻ്റെ അവിടെയാണ്, രണ്ടാമത്തത് നമ്മുടെ മാഹി റെയിൽവേ ബ്രിഡ്ജിൻ്റെ വർക്കും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക് എന്താണ് സ്റ്റാറ്റസ്, അതിൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മൊത്തമായിട്ട് കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ബൈപ്പാസാണ്. അതിൻ്റെ കംപ്ലീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ചോട് കൂടിയിട്ട് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. അപ്പം മൊത്തമായിട്ട് വീഡിയോ കാണുക. നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നത് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പാലത്തിന്റെ വർക്ക് നടക്കുന്നത്. ഇപ്പൊ അവിടെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് വർക്ക് അവിടെ പാലത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്താണ് അതിന്റെ പ്രസന്റ് സ്റ്റാറ്റസ് എന്നുള്ളത്. മാഹി ബൈപ്പാസ് ശരിക്കും പറഞ്ഞാൽ 1977 ഇതിന്റെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സ്ഥല എക്വയറിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ പല ഘട്ടമായിട്ടുള്ള കംപ്ലീഷൻ ഒരുപാട് വൈകി. 2021 ഇത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് തുറന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ കോവിഡും അതുപോലെ തന്നെ സ്ഥല എക്വയറിങ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒരുപാട് വൈകി. ഇപ്പം എന്തായാലും ഇതിന്റെ ഫൈനൽ ടച്ചിലാണ്. നമുക്കിവിടെ കാണാം ഇതിൻ്റെയൊക്കെ പെയിന്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിഗ്നൽസിന്റെ വർക്ക് ഓൾറെഡി പല സ്ഥലത്തും കഴിഞ്ഞിരിക്കുന്നു. ഈ മാഹി ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മോപ്പലങ്ങാട് തൊട്ട് അയ്യൂർ വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റ് മതി ഒരു ടൈമിങ്, ട്രാവൽ ടൈമിങ്. പെരുമ്പാവൂരുള്ള EKK കൺസ്ട്രക്ഷൻസ് ആണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ പുതിയ ബ്രിഡ്ജിന്റെ മുകളിലാണ്. നമ്മുടെ മറ്റേ പാലത്തിന്റെ അവിടെയുള്ള അന്നൊന്നും ഇതിന്റെ ഫുള്ള് വർക്ക് നടന്നില്ല. ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. പുറത്തൊക്കെ കണ്ടില്ല, എന്താ രസം കാണാൻ വേണ്ടിയിട്ട്. പാലത്തിന്റെ ഒരു എക്സിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എയർപോർട്ടാണ്. ഓൾറെഡി ഇതിന്റെ ബോർഡൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞു, സൈൻ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ചത് നമ്മളെ വലത്തോട്ടേക്ക് പോകുന്ന എക്സിറ്റ് എന്ന് പറയുന്നത് കൊളശ്ശേരി ഭാഗത്തേക്കൊക്കെ ഇറങ്ങാൻ പോകുന്ന എക്സിറ്റ് ആണ്. അത് കാണിക്കുന്നുണ്ട് ഇവിടെ. ഈ മാഹി ബൈപ്പാസിന്റെ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് 1300 കോടിക്ക് അടുത്തെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതിൻ്റെതായ ഒരു വർക്കിന്റെ ഒരു കംപ്ലീഷൻ ഇവിടെ കാണാനുണ്ട്. അടിപൊളിയായി ചെയ്തിട്ടുണ്ട് വർക്കൊക്കെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇത് കംപ്ലീഷൻ ആയിട്ട് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഭംഗി കാണാൻ പറ്റുക. രണ്ട് സൈഡിലും ശരിക്കും പല സ്ഥലങ്ങളിലും നല്ല കായലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു 18.6 കിലോമീറ്റർ ശരിക്കും നമുക്ക് യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഈ പാലത്തിന്റെ പണി നടക്കുന്ന സമയത്ത് എക്സിറ്റിന്റെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പൊ ഇത് എക്സിറ്റ് റോഡിന്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൈഡിലെ പെയിന്റിങ്ങും കാര്യങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. ഇതാ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡിനാണ് എക്സിറ്റ്.
മാഹി അഴിയൂർ മേൽപ്പാലത്തിന്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഗർഡേഴ്സിനൊന്നും പണി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞില്ലായിരുന്നു, അത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തം 42 ഗർഡേഴ്സാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ഗർഡേഴ്സ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഫൈനൽ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡിലാണ് വർക്ക് നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രാവും പകലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുക. കാരണം ഇവിടുത്തെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ് ഏറ്റവും കൂടുതൽ ഡിലേ വന്നത്. കാരണം റെയിൽവേന്റെ അപ്രൂവൽ കിട്ടാനും മേൽപ്പാലത്തിന്റെ ആയതുകൊണ്ട് നൈറ്റിലൊക്കെ വർക്ക് നടക്കത്തുള്ളൂ. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു സൈഡിലെ വർക്ക് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തി എന്നുള്ളത് സന്തോഷകരമായ ഒരു വാർത്തയാണ്. മുകളിലേക്ക് ഞങ്ങൾ പോകാൻ നോക്കിയിരുന്നു, പക്ഷേ ഇവിടുന്ന് അലോ ചെയ്യുന്നില്ല. ഇവൻ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ മുകളിലേക്ക് വണ്ടി കൊണ്ടാകാനോ ഒന്നും അവർ അലോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഈ വീഡിയോ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് കാണാൻ പറ്റും, എല്ലാം മൊത്തം ഗർഡേഴ്സ് ഫിക്സ് ചെയ്തിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഡിസംബർ 13-ാം തീയതിയാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒരു 10 ദിവസം മുന്നെയാണ് കംപ്ലീറ്റ് 42 ഗർഡേഴ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞത്. ഇത് നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ ഡ്രോൺ ക്യാപ്ചറിങ് ആയിരുന്നു. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇടാൻ കാരണം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒന്ന് ഇടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിനി ഒരു ഫൈനൽ മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ കൂടി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് കൺഫേം ആയതിനു ശേഷമായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഒരുപാട് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട്. അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഒരു കണ്ടൻറ്റായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.